എന്നെ എല്ലാരും കളിയാക്കണം. ആര് കളിയാക്കി നിന്ന? അച്ഛാ ജായ ഞാൻ പറഞ്ഞ വഴിക്ക് അവൻ എന്നെ ഒരുപാട് കളിയാക്കി. അവൻ ഈയിടെയായിട്ട് ഇത്തിരി ജാട കൂടുന്നുണ്ട്. അവൻ വരട്ട്, നമുക്ക് 3 പേർക്കും കൂടി സംഘം ചേർന്ന് അവനെ ആക്രമിച്ച് തരിപ്പണമാക്കണം. അവനെ നമുക്ക് പടമാക്കണം. എന്റെ കൂടെ കട്ടക്ക് ഓക്കെ അമ്മേ ഓടിക്കളയല്ലേ. അല്ലടാ ഒരു കാര്യം ചോദിക്കാൻ മറന്നു. നീ വന്നു, നിന്റെ അപ്പുറത്ത് വേറൊരുത്തോണ്ടായിരുന്നല്ലോ, ആയിട്ട് 2 കുത്തിട്ട് അവൻ എവിടെ പോയി? അവൻ ഇങ്ങോട്ട് വരാത്ത ഇല്ലെങ്കിൽ കുത്തുവാക്ക് കേൾക്കേണ്ടി വരും. എനിക്ക് അമ്പുചെങ്കിലുണ്ട്. ഒരു അമ്പുചോട്ട് അവനോട്ട്. അവൻ വരട്ടെ. ജയിക്കാൻ വേണ്ടി ജനിച്ചവണ്ടായി നിനക്കെത്ര അത്ര ജാട? ജാട കാണിക്കും. ഈ ജാട എന്ന് പറഞ്ഞില്ലേ, അതിനകത്ത് ജാ ഉണ്ട്. അതുകൊണ്ട് ജാട കാണിക്കും. എന്നെങ്ങനെ പുച്ഛിക്കില്ല. ഈ കേരളം മൊത്തം ജായാണ്. കേരളം മൊത്തം ജായ? പിന്നെ എന്തോന്നു? ഞാൻ പറഞ്ഞുതരാം. കേരളം ഭരിക്കുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അദ്ദേഹത്തിന്റെ പേരെന്താണ്? പിണറായി വിജയൻ. ഇതും പോട്ട് നമ്മുടെ പ്രധാനമന്ത്രി ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി. നിങ്ങളെല്ലാം ബഹുമാനത്തോടെ അദ്ദേഹത്തെ എന്താണ് വിളിക്കുന്നത്? മോദിജി. നേതാജി, ഗാന്ധിജി, ഇതിലെല്ലാം ജിയുണ്ട്. നമ്മള് 3G. അതിനകത്തുണ്ട് ജാ. അതുകൊണ്ടാണ് പറയുന്നത് ഈ കുടുംബത്തിൽ ജായ്ക്കാണ് ഏറ്റവും വലിയ മഹത്വം ഉള്ളത്. എടാ നീ കുടുംബത്തിന്റെ കാര്യം പറയല്. എന്താ കുടുംബം ഉണ്ടാവണമെങ്കിൽ ഞാൻ വേണം. എവിടെ? എടാ കുടുംബത്തിൽ ഉണ്ടെങ്കിലേ നടക്കൂ. എവിടെ? അച്ഛൻ, അമ്മ, അപ്പൂപ്പൻ, അമ്മുമ്മ, അനിയൻ, അനിയത്തി, അമ്മാവൻ, അമ്മായി, അപ്പച്ചി, അതുകൂടെ അയൽക്കാരൻ, അയാൾ നമുക്ക് പരിചയമില്ലെങ്കിൽ അന്യൻ, അവരമ്മൽ ഉടക്കിയ അലമ്പ്, ആക്രമണം, എല്ലാത്തിനായിട്ട്. മലയാളം പിടി, തമിഴ് പിടി, തമിഴ്. അക്ക, അത്ത, അപ്പ. ഓക്കെ ശരി. എന്താ തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ ഫാൻസ് ആർക്കാണ്? വിജയ്. വിജയിൽ ജായുണ്ട്. അജിത്ത് ജായുണ്ട്. രജനീകാന്ത് ജായുണ്ടല്ലോ. എടാ നീ നിന്റെ പാട്ടിന് പോടാ. നീ നിന്റെ പാട്ടിന് പോ. നീ നിന്റെ പാട്ടിന് പോവാ. പാട്ടിന് പോയി ഒരു തോറ്റു. പാട്ടിൽ ഏറ്റവും കൂടുതൽ ജായാണുള്ളത്. പാട്ട് പാടിയ ആൾക്കാർ KJ യേശുദാസ്, MG ശ്രീകുമാർ, ജാനകി, സുജാത, ജയചന്ദ്രൻ, ജാസി ഗിഫ്റ്റ്, വാണി ജയറാം, പിന്നെ മഞ്ചരി. മഞ്ചരിയിൽ എവിടെയാ? മഞ്ചരി ഞായരോടെ ഞാൻ കെട്ടിപ്പിടിച്ച് കിടപ്പുണ്ട്. അതുകൊണ്ട് നിങ്ങൾ തോറ്റു പോവേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ജലം കുടിക്കാം കേട്ടോ. ജലത്തിൽ ജാവുണ്ട്. ജീവൻ നിലനിൽക്കണമെങ്കിൽ മാത്രം മതി കേട്ടോ. എടാ ഈ ജീവൻ നിലനിൽക്കാൻ ജലം മാത്രം പോരാ, ആഹാരം വേണം. ആഹാരത്തിൽ ആയുണ്ട്. ആഹാരം കഴിക്കണമെങ്കിൽ അടുക്കള വേണം. അടുക്കളയിൽ ആയുണ്ട്. അടുക്കളയിൽ അടുപ്പ് വേണം. അതിൽ ആയുണ്ട്. അടുപ്പ് മാത്രം പോരാ, അരി വേണം, ആട്ടുകല്ല് വേണം, അമ്മിക്കല്ല് വേണം. ഇതൊക്കെ ഉണ്ടാക്കാൻ ആളും വേണം. ഇതുപോലത്തെ ആൾക്കാരെല്ലാം ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞിട്ട് ഒരു വണ്ണം വയ്ക്കും. എവിടെ പോവും? ജിമ്മിൽ പോവും. യവൻ അങ്ങ് കൊന്നു കളഞ്ഞാലാ നിങ്ങളൊക്കെ ജയിലിൽ പോകും. ജയിലിൽ ചായ ഉണ്ട്. ഇവര് പിന്നെ അവിടെ കോളേജിൽ ജഡ്ജിയുണ്ട്. ജഡ്ജിയിൽ ചായ ഉണ്ട്. പിന്നെ ജാമ്യം കിട്ടാൻ ജാമ്യത്തിൽ ചായ ഉണ്ട്. എടാ മലയാള സിനിമയിൽ ഒരുപാട് ചായ ഉള്ള ആൾക്കാരുണ്ട്. നമ്മളെ ചിരിപ്പിച്ച ജഗദീഷ് ശ്രീകുമാർ, ജഗദീഷ്, ജനാർദ്ദനൻ, പിന്നെ മനോജ് കെ ജയൻ, പിന്നെ നമ്മുടെ ജയൻ സാർ, അതിൽ ചായ ഉണ്ട്. അറിയാമോ? എന്നാലേ ഇവരെല്ലാം കൂടിയുള്ള സംഘടന എന്റെ പേരിലാണാ. അമ്മ. പക്ഷേ ചേച്ചി പ്രസിഡന്റ് ആണ്. ചേച്ചിയിലും ചായ ഉണ്ട്. ചേച്ചിയിൽ എവിടെ ഇരിക്കണേ? ചേച്ചി ചായ ഉണ്ട്. എവിടെ? ഇല്ല ചായില്ല. ചേച്ചി ഇവിടെ വന്നിരിക്കുന്നത് എന്തിനാണ്? ജഡ്ജ്മെന്റ് ചെയ്യാൻ. ജഡ്ജ്മെന്റിൽ ചായ ഉണ്ട്. എന്തൊക്കെ പറയാ നീ കൂടുതലെന്ന് പറയണേ. എന്തൊക്കെ പറഞ്ഞാൽ മലയാള ഭാഷയിൽ ആയാണ് കിടിലം. പോലെ കലണ്ടർ എടുക്കാം. കലണ്ടറിൽ ഇംഗ്ലീഷ് മാസം തുടങ്ങുന്നത് ജനുവരി ചായയാണ്. സ്കൂൾ തുറക്കുന്ന ജൂണിലാണ്. അത് ജൂലൈ ഉണ്ട്. കലണ്ടറിൽ നീ ഇല്ല. കലണ്ടറിൽ നീ ഞാനില്ലെങ്കിലും ഞാനുള്ള ഒരു അക്ഷരം കാണുമ്പോൾ എല്ലാവർക്കും സന്തോഷം. അതേത് അക്ഷരം? അവധി. പക്ഷേ ജായാണ് ഏറ്റവും വലുത്. ജായ തോപ്പിക്കാൻ പറയാൻ സമ്മതിക്കണം. ഒരു കാര്യങ്ങൾ കേൾക്കണം. നമ്മുടെ ദേശീയ ഗാനം ജനഗണമന തുടങ്ങുന്ന ജായിലാണ്. അതുകൊണ്ടാണ് കൂടുതൽ ഇവിടെ കിടന്ന് വിളച്ചിട്ട് ഒറ്റ ഇടിയടിച്ച് നിന്റെ ജാ ഞാൻ ഈ ആക്കി കളയും. ഒരു കാര്യം ചെയ്യാം. ഇവൻ നമുക്ക് അക്ഷരമാലന്ന് പുറത്താക്കിട്ട് ചടുതിയിലെ ചായ എടുത്ത് കയറ്റിയല്ല. അതാകുമ്പോ ഇങ്ങനെ പെരഞ്ഞു കിടപ്പോളും. ഒറ്റ ഇടിയടിച്ചാന്നുണ്ടല്ല. ഇവിടെ ജാ മാത്രം മതി.
മതി അങ്ങനെ നടക്കൂല. ജാ ഒറ്റയ്ക്ക് മതി, കൂട്ട് വേണ്ട, ജാ മാത്രം മതി. നീ ഒറ്റയ്ക്ക് നിന്നോണ്ടാ, നിന്നെ അക്ഷരമാലയും നമ്മൾ കളയാൻ പോവാ. നീ വേണ്ട വേണ്ട വേണ്ട. ഒറ്റയ്ക്ക് വിജയിക്കും. പാടാ നീ ഒറ്റയ്ക്ക് അങ്ങ് ജയിക്കും. നീ ഒറ്റയ്ക്ക് നിങ്ങൾ ഇങ്ങനെ അമ്മെന്നും പറഞ്ഞോണ്ടിരിക്കാതെ എന്തെങ്കിലും പറയാനോ? ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ അക്ഷരങ്ങൾ ഇങ്ങനെ പിണങ്ങി ഒറ്റക്കൊറ്റക്ക് നിന്നിട്ട് ഒരു കാര്യമില്ല. നമ്മൾ അക്ഷരങ്ങളൊക്കെ കൂടി ചേരുമ്പോഴാണ് നല്ല നല്ല വാക്കുകൾ ഉണ്ടാകുന്നത്. നല്ല നല്ല വാക്കുകൾ ഉണ്ടായാൽ നല്ല നല്ല കവിതകൾ ഉണ്ടാവും, നല്ല നല്ല കഥകൾ ഉണ്ടാവും, നല്ല നല്ല പാട്ടുകൾ ഉണ്ടാവും. അതുകൊണ്ട് പുതിയ തലമുറക്ക് വേണ്ടിയെങ്കിലും നമ്മൾ മലയാള അക്ഷരങ്ങൾ ഒന്നിച്ച് നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് കൈ കൊടുക്ക്. അത്ര തന്നെ. മലയാള ഭാഷ തന്മാദക ഭംഗിയിൽ മലർമന്ദഹാസമായി വിരിയുന്നു. കിളികൊഞ്ചും നാടിന്റെ ഗ്രാമീണ ശൈലിനിൽ ഉളിയില കരമുണ്ടിൽ തെളിയുന്നു.